Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇവിടെ ഗോക്കു ആണെങ്കിൽ തിരികെ ആ ഒരു ടെമ്പിളിലേക്ക് എത്തും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ഗോട്ടനാണെങ്കിൽ ഗോക്കുവിനെ ആകുകയും വാവ് സൂപ്പർ സയൻ 3 ഫേസ് അത് അടിപൊളിയായിരുന്നു എന്ന് പറയും. ബുൽമിയാണെങ്കിൽ ഗോക്കുവിനോട് ട്രങ്ക്സ് ആ ഒരു ഡ്രാഗൺ റഡാർ കണ്ടെത്തി കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എത്ര വേഗം സേഫ് ആയിട്ട് ഇവിടേക്ക് എത്തുമെന്ന് പറയും. അപ്പോഴായിരിക്കും നമ്മുടെ ഗോക്കു ആ ഒരു ബാബുടി മരിച്ചത്. ആ കാര്യം അവൻ തിരിച്ചറിയുക. ബാബുടി അവൻ കൊല്ലപ്പെട്ടു. എൻ്റെ ഗസ് ശരിയായിരുന്നു. മാജിക് ബൂ അവനെ കൊല്ലുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇത്ര നേരത്തെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പിള്ളേക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. അവനും ബാബുടിയുടെ പവർ അത് സെൻസ് ചെയ്യാൻ ശ്രമിക്കും. അതിപ്പോ അവർക്ക് കിട്ടുന്നില്ല. അതിനർത്ഥം അവൻ മരണപ്പെട്ടു എന്നാണ്. ഒട്ടപ്പനാണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, ബാബുടി മരിച്ചതുകൊണ്ട് തന്നെ മാജിക് ബൂ കുറച്ചു കാലത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലല്ലേ? അതിന് ഗോക്കു പറയും, അങ്ങനെയാണ് ഞാനും കരുതുന്നത്. പക്ഷേ 6 ദിവസത്തേക്ക് അവൻ അടങ്ങിയിരിക്കില്ല. ഇതാ ഇവിടെ മാജിക് ബൂവിനെ കാണിക്കും. അവനാണെങ്കിൽ അടങ്ങിയിരിക്കാതെ ഓരോരോ വലിയ വലിയ ടൗണുകൾ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. അവനാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ അടുത്തേക്ക് താഴേക്ക് കടന്നു വരും. പൂവാണെങ്കിൽ ഫയർ പവർ ഉപയോഗിച്ച് അവിടെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവനങ്ങനെ നശിപ്പിച്ച് ഇപ്പോ ഒരു വലിയ മതിലിന്റെ അടുത്തെത്തും. ഒരു പെണ്ണാണെങ്കിൽ അവനെ കണ്ട് പേടിച്ച് നിലവിളിക്കും, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, നിനക്ക് എന്ത് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്, എനിക്കൊരു കുഞ്ഞുണ്ട്. അതിന് ബൂ ആണെങ്കിൽ അവളോട് ചോദിക്കും, ഞാൻ നിനക്ക് ഒരു കിസ് തന്നോട്ടെ. ആണെങ്കിൽ പേടിച്ച് വിറയ്ക്കും, അയ്യോ വേണ്ട വേണ്ട, എന്നെ കിസ് ചെയ്യണ്ട, ദയവ് ഇത് ഇവിടുന്ന് കടന്നുപോ. അപ്പോഴായിരിക്കും അവളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബുക്സിലെ പേജ് അതങ്ങനെ മറിയ. അതിൽ ഹാൻസം ആയിട്ടുള്ള ഒരു ബോയുടെ പിക്ക്. എന്റെ ബൂ ആണെങ്കിൽ ഇപ്പൊ അവളോട് പറയും, ഓ ഇതാണല്ലേ ഭൂമിയിലെ ഹാൻസം ആയിട്ടുള്ള പയ്യൻ, വേണമെങ്കിൽ ഞാൻ ഇതുപോലായി മാറാന്ന് പറഞ്ഞ് അവന്റെ ഫേസിലൊക്കെ ടച്ച് ചെയ്ത് ഇപ്പൊ അതുപോലാക്കി മാറ്റി വീണ്ടും അവളെ കിസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് അവളാണെങ്കിൽ ഓ നോ, എന്നെ കിസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന്റെ വയറ്റിൽ അറഞ്ച പുറഞ്ഞു തൊഴിക്കും. പൂവിനെ ദേഷ്യം പിടിപ്പിച്ചു, അതുകൊണ്ട് ഇപ്പൊ തന്നെ നിന്നെ ഞാൻ ഒരു ചോക്ലേറ്റ് ആക്കി മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ ഒരു ചോക്ലേറ്റ് ആക്കി മാറ്റി അങ്ങനെ വായിലേക്ക് ഇടും. ശേഷം അവനാണെങ്കിൽ അവന്റെ വലിയൊരു പവർ അത് റിലീസ് ചെയ്ത് അവിടെ മുഴുവൻ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കും. പൊട്ടിത്തെറിക്ക് ശേഷം ബൂ ആണെങ്കിൽ ചുറ്റും നോക്കും, വാവ് ഇവിടെ മുഴുവൻ ഞാൻ തകർത്തു, ഇനി ഭൂമിയിലെ ഓരോരോ പ്രദേശങ്ങളായി ഞാൻ ഇല്ലാതാക്കി മനുഷ്യരെ ചോക്ലേറ്റ് ആക്കി മാറ്റുമെന്ന് പറയും. ഇവിടെ നമ്മുടെ മൊട്ടപ്പൻ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഷോക്കാവും. ഓ നോ, എനിക്കിത് നോക്കി നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ബാബുടി പോയപ്പോ അവന്റെ അറ്റാക്ക് നിർത്തുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ബോ ഇപ്പൊ കൂടുതൽ ശക്തമായിട്ട് എല്ലായിടവും തകർക്കുവാണല്ലോ. പിക്കലോ പറയും, ബാബുടിയാണ് ആ ബോവിനെ കൺട്രോൾ ചെയ്തിരുന്നത്, ഇനി ആ ബോവിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. സോ അവന്റെ ഇഷ്ടത്തിന് അവൻ ഈ ഭൂമിയും ഇപ്പോൾ ഉള്ള ഈ ഒരു ടെമ്പിൾ പോലും തകർക്കാൻ ചാൻസ് ഉണ്ട്. അതിന് ഗോക്കു പറയും, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാൻ ഓൾറെഡി അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് 2 ദിവസം വെയിറ്റ് ചെയ്യാനായിട്ട്. അവന് ശക്തന്മാരോട് പോരാടാനാണ് ഇഷ്ടം. മുൻപിൽ ഇനി സമയം വളരെ കുറച്ച് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ എനിക്ക് ഗോട്ടനും ട്രങ്ക്സിനും അവർക്ക് 2 പേർക്കും ആ ഫ്യൂഷൻ പഠിപ്പിച്ചു കൊടുക്കണം. ഫ്യൂഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള ട്രെയിനിങ് നീ വേണം ചെയ്യാൻ. സോ അതിനിടയിൽ എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല. എന്റെ മുമ്പിൽ ഇനിയുള്ളത് ഒരേ 1 മണിക്കൂർ മാത്രമാണ്. അത് കേട്ട് ഗോട്ടൻ ഞെട്ടും, എന്താ പറയണേ, 1 മണിക്കൂർ കൊണ്ട് ആ ഫ്യൂഷൻ പഠിക്കാനോ? നടന്നത് തന്നെ ആണെങ്കിൽ വണ്ടടിക്കും, നിനക്കൊരു ദിവസം മുഴുവൻ സമയമുണ്ടെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അതിന് ഗോക്കു പറയും, ഞാൻ ആ ഒരു ബാബുടിയെയും ബൂവിനെയും ഡൈവേർട്ട് ചെയ്യാൻ എന്റെ ഒരുപാട് പവർ അത് ഉപയോഗിച്ചു. സോ ഞാനിപ്പോ ക്ഷീണിതനാണ്. മറ്റൊരു ലോകത്തേക്ക് പോയാൽ മാത്രമേ എനിക്ക് എന്റെ പവർ വീണ്ടെടുക്കാൻ കഴിയൂ. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും വേഗം ഞാൻ പറയുന്ന അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് അത് ആരംഭിക്കണം. അത് കേട്ട ആ എൽഡർ ലേഡി ആണെങ്കിൽ അവിടേക്ക് വന്ന്, നിനക്ക് 1 മണിക്കൂറില്ല, വെറും 30 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അത് കേട്ട് ഗോക്കു ഞെട്ടും. ആണെങ്കിൽ ഡണ്ടയെ കൊണ്ട് ഗോക്കുവിന്റെ പവർ വീണ്ടെടുക്കാമെന്ന് പറയും. പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് ഇപ്പൊ എൽഡർ ലേഡി പറയുകയാണ്. ഉടനെ ഗോക്കു ആണെങ്കിൽ ട്രങ്ക്സിനെ വേഗം അവിടേക്ക് വരാനായിട്ട് വിളിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ട്രങ്ക്സ് അവനാണെങ്കിൽ കണ്ടുപിടിച്ച ആ ഒരു ഡ്രാഗൺ റഡാറുമായിട്ട് ട്രൈ ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഗോഹാൻ അവൻ നിർത്താതെ ആ സ്ക്വാഡ് വെച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം ഒന്ന് എടുത്തുയർത്താൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഗോഹാനാണെങ്കിൽ ഇപ്പൊ അത് വെച്ച് നന്നായിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. അവനെ കൊണ്ട് മാക്സിമം എങ്ങനെയൊക്കെയോ അതിപ്പോ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ പിങ്ക് മാനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ കൈസിലാരും തന്നെ ഈ സ്ക്വാഡ് ഇങ്ങനെ എടുത്ത് കറക്കിയിട്ടില്ല. ഭൂമിയിൽ താമസിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അതിന് സുപ്രീം കായ് പറയും, ഞാൻ പറഞ്ഞില്ലേ, ഗോഹാനിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഉറപ്പായാലും അവനെ കൊണ്ടത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഗോഹാന്റെ കഷ്ടപ്പാട് കണ്ട് സുപ്രീം കായ് ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, ഗോഹാൻ നീ അല്പസമയം റെസ്റ്റ് എടുക്ക്, നീ ഞാൻ പ്രതീക്ഷിച്ചതിലും 1 പടി മുൻപിൽ തന്നെയാണ്. ഉറപ്പായാലും നിനക്ക് മാജിക് ബൂവിനെ കൊന്നുകളയാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അത് കേട്ട് ഗോഹാൻ പറയും, ഇല്ല, ഒരു കാരണവശാലും ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് അത് സ്റ്റോപ്പ് ചെയ്യില്ല. എൻ്റെ അച്ഛൻ മറ്റൊരു ലോകത്ത് നന്നായിട്ട് ട്രെയിനിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പവർഫുള്ളായി മാറി. അതെനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞു. എന്നെ കൊണ്ടൊരിക്കലും അച്ഛൻ്റെ അത്രയും പവർഫുള്ളായി മാറാൻ കഴിയില്ല. എങ്കിലും എൻ്റെ ബെസ്റ്റ് കൊടുത്ത് ഉറപ്പായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഇപ്പോൾ ഗോഹാൻ ആണെങ്കിൽ നല്ല രീതിയിൽ ആ സ്വാഡൊക്കെ വെച്ച് ട്രെയിനിങ് എടുക്കുകയാണ്. അതേസമയം ഇവിടെ ടെമ്പിളില് ഗോട്ടനും ട്രങ്ക്സും അവർ രണ്ടുപേരും അവരുടെ ഫ്യൂഷൻ ട്രെയിനിങ് ആരംഭിക്കും. ഒരിക്കലും ആണെങ്കിൽ ഗോകുവിനോട് പറയും, സത്യത്തിൽ നിന്റെ ആ സൂപ്പർ സൈൻ തേർഡ് ഫേസ് അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. നീ ഇത്രയധികം ഡെവലപ്ഡ് ആയെന്ന് ഞാൻ കരുതിയതല്ല. നിന്റെ ആ ഒരു പവർ വെച്ച് നിനക്ക് മാജിക് ബൂവിനെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ? അതിന് ഗോകു പറയും, എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ബൂവിന്റെ പവർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ടത് കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും ഞാൻ ഈ ഫ്യൂഷന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഇപ്പൊ നീ ഭൂമിയുടെ വിധി അത് ഈ ചെറിയ കുട്ടികൾക്ക് കൊടുത്തിരിക്കുകയാണല്ലേ? അതിന് ഗോകു പറയും, മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനും ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേസമയം ട്രങ്ക്സ് ആണെങ്കിൽ ആ റഡാറുമായിട്ട് അവിടേക്ക് വരികയാണ്. ഗോട്ടനും മൊട്ടപ്പനും ആണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ട്രങ്ക്സ് അവനെത്തിയെന്ന് പറഞ്ഞ് അവർ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഉമ്മയാണെങ്കിൽ ഒരുപാട് സ്നേഹത്തോടു കൂടെയും അഭിമാനത്തോടു കൂടെയും അവളുടെ മകനെ ചേർത്ത് പിടിക്കുകയാണ്. നീ ഇത് കൊണ്ടുവരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനവൻ പറയും, അതെ, സേഫ് ആയിട്ട് ഞാനിവിടെ എത്തിച്ചു. ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഗോകു, നിങ്ങളുടെ പവർ അത് ശരിക്കും അടിപൊളിയാണ്. എന്റെ അച്ഛനെ കഴിഞ്ഞ് കൂടുതൽ നിങ്ങൾക്ക് പവർ ഉണ്ടല്ലേ? അതിന് ഗോകു പറയും, അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മുടെ മുൻപിൽ സമയം വളരെ കുറവാണ്. എത്രയും വേഗം ഇപ്പൊ ട്രെയിനിങ് ആരംഭിക്കണം. അതിന് അവരും ഓക്കെ പറഞ്ഞ് ഇപ്പൊ ട്രെയിനിങ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗോകു ആണെങ്കിൽ ആദ്യം അവരോട് പവർ ലെവൽ 2 ഈക്വൽ ആക്കാനായിട്ട് പറയും. അതേസമയം ഇവിടെ ആണെങ്കിൽ ആ മാജിക് ബൂ അവനാണെങ്കിൽ ഓരോ ഭാഗത്തൂടെ പറന്നു നടന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇപ്പോ അവനെ ഫോളോ ചെയ്ത് ഹെലികോപ്റ്റേഴ്സിൽ പോലീസുകാർ അവന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അവരാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഉടനെ ബൂ ആണെങ്കിൽ ആ ഹെലികോപ്റ്ററിന് മുൻപിലേക്ക് വരികയാണ്. മറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് സോൾജേഴ്സ് ആണെങ്കിൽ അറിഞ്ഞം പുറഞ്ഞം അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ അവന് ഒരു പോറൽ പോലും ഏൽക്കില്ല. ഹെലികോപ്റ്റർ ആണെങ്കിൽ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം പോവാണെങ്കിൽ ആ ഹെലികോപ്റ്റർ അങ്ങനെ കറക്കി ദൂരേക്ക് വലിച്ചെറിയും. വാവ്, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഇത് ടെമ്പിളില് ഗോട്ടനും ട്രങ്ക്സും അവർ രണ്ടുപേരും പവർ ലെവൽ ഒരുപോലെ ആക്കി ഇപ്പോ പവർ അങ്ങനെ കമ്പൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. റോഷിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഈ കുട്ടികൾക്ക് ഇത്രയും പവർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഗോട്ടൻ, നിങ്ങൾ രണ്ടുപേരും കറക്റ്റായിട്ട് പവർ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇനി അടുത്തായിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഫ്യൂഷൻ ടെക്നിക്കാണ്. ഇനി എനിക്ക് കുറച്ച് മിനിറ്റുകൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ പോയതിനു ശേഷം ബാക്കി ട്രെയിനിങ് അത് നീ കൊടുക്കണമെന്ന് ഗോകു പറയും. അതിനാണെങ്കിൽ പിക്കലോ ഓക്കെ പറഞ്ഞ് ഗോകുവിനെ തന്നെ നോക്കുകയാണ്. ഓ നോ, ഞാൻ ആദ്യമായിട്ടാണ് ഗോകു ഇത്രയധികം ക്ഷീണിച്ചിരിക്കുന്നത് കാണുന്നത്. സൂപ്പർ സൈൻ തേർഡ് പവറിലേക്ക് പോയതുകൊണ്ട് തന്നെ അവന്റെ പവർ അത് നന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, എത്രയും വേഗം ആ ഫ്യൂഷൻ അതവൻ കംപ്ലീറ്റ് ആക്കണം. ഇവിടെ ഗോകു പറയുന്ന അനുസരിച്ച് ഗോട്ടനും ട്രങ്ക്സും അവർ രണ്ടുപേരും റിലീസ് ചെയ്ത് ഒരു സ്പെഷ്യൽ പോസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഫ്യൂഷൻ ആരംഭിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഓരോ സ്റ്റെപ്പ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതോറും ട്രങ്ക്സിനും ഗോട്ടനും അത് കാണുമ്പോൾ ചിരി വരികയാണ്. സത്യത്തിൽ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ? അതിന് ഗോകു ആണെങ്കിൽ ഉറപ്പായാലും ഇത് വർക്കൗട്ട് ആവും, ഞാനും പിക്കലോയും ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ട്രയലായിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ചിരി സഹിക്കാനായിട്ട് കഴിയില്ല. ബുൽമയാണെങ്കിൽ അവരോട് പറയും, ഇനി മാജിക് ബൂവിനെ ചിരിപ്പിച്ച് തോൽപ്പിക്കാനാണോ ഇവർ പ്ലാൻ ചെയ്യുന്നത്? ഗോകു ആണെങ്കിൽ ട്രങ്ക്സിനോടും അതുപോലെ ഗോട്ടനോടും അതുപോലെ ചെയ്യാനായിട്ട് പറയാണ്. അവർ രണ്ടുപേരും ട്രൈ ചെയ്യും. പക്ഷേ ആദ്യത്തെ ട്രൈ അത് പാളിപ്പോ. കുഴപ്പമില്ല, നിങ്ങൾ വീണ്ടും ശ്രമിക്കാൻ പറഞ്ഞ് ആണെങ്കിൽ നിർത്താതെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഇവിടെ മാജിക് ബൂവിനെ കാണിക്കും. അവനാണെങ്കിൽ ഭൂമിയിലുള്ള ഓരോരോ നഗരങ്ങളായിട്ട് തകർത്ത് മുൻപോട്ടേക്ക് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.